ഹായ് സ്മൃതിയാട്ടാ. ഞാൻ ടീമിൽ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേന്ന് വെച്ചാൽ അത്ര അധികമൊന്നുമല്ല കേട്ടോ, കുറച്ച് സാധനങ്ങൾ. അപ്പോൾ അത് ഇന്ന് തന്നെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നേ ഉള്ളൂ. തെറാപ്പിക്ക് വേണ്ടിയിട്ട് പോയതാണ്, ഫിസിയോതെറാപ്പി ചെയ്യാൻ. സോ യെസ്, ചെമൂന്ന് ഞാൻ ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. ഞാൻ മുന്നേ ഷീന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ചെമൂന്ന് ഞാൻ ആദ്യമായിട്ടാണ്. എന്തൊക്കെയാണ് കാണിച്ച് തരട്ടെ ഞാൻ. അതെ, ഇത് നമുക്കിങ്ങനെ ചുമരിലൊക്കെ ഒട്ടിച്ച് വയ്ക്കില്ലേ, നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള വേഡ്സ്, അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത് കേട്ടോ. പിന്നെ ഞാൻ സത്യം പറഞ്ഞത് ഓർഡർ ചെയ്തിട്ട് 2 ആഴ്ചയായി. 3-ാമത്തെ ആഴ്ച എന്ത് കയ്യിൽ കിട്ടണേ, 3-4 ആഴ്ചയായി, 3 ആഴ്ചയായി. എന്താ സാധനം ഇതെന്നാത്ത സാധനം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഗൈസ്. ഓഫ് കോഴ്സ് യൂസ് ഓക്കെ കിട്ടി. അതായത് രമണ, അതായത് ഇതിങ്ങനെ കണ്ടോ, ഇതിൽ സാധനങ്ങളൊക്കെ ഇടാം. ഇതെനിക്ക് അത്യാവശ്യമാണ്, കാരണം ഞാൻ ഓരോ സാധനങ്ങളും അവിടെ ഇവിടെയും കൊണ്ടിടും. എന്നിട്ട് റൂം ഒതുങ്ങില്ല, അത് റൂം ഒതുങ്ങില്ല എന്ന് ഞാൻ അങ്ങനെ അയ്യോ എന്ന് പറഞ്ഞിട്ട് പിന്നെ റൂം ഒതുക്കും. ഇതിൽ നോക്കും ഒരു പാണ്ടാക്കിടന്ന് ഉറങ്ങുന്നു, എന്നെപ്പോലെ തന്നെ. യെസ്, ഇതൊരു ഡ്രസ്സ് പോലത്തെ ഒരു സാധനം. അത് തന്നെയല്ലേ? അതെ അതെ. പക്ഷെ ഞാൻ ഓർഡർ ആക്കിയത് വേറെ ഒന്ന്, പക്ഷെ വന്നത് വേറെ ഒന്ന് ഗൈസ്. ഇതിൻ്റെ മെറ്റീരിയൽ ഒരു ഗുണവും ഇല്ലാത്ത മെറ്റീരിയൽ. പക്ഷെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച തുണി ഇതല്ലായിരുന്നു. എനിവേ ഇറ്റ്സ് ഓക്കെ. ഇതെൻ്റെ ഫോണിന് വേണ്ടി വാങ്ങിച്ച കേസാണ് ഗൈസ്. ഇതെനിക്ക് ഏറ്റവും വാല്യുബിളായിട്ട് തോന്നി. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു എൻ്റെ പ്രൊഫഷനോട് ചേർന്ന് നിൽക്കുന്നൊരു സംഭവമാണ്. ഇത് ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതൊരു ജസ്റ്റ് ഒരു ബനിയൻ പോലത്തെ, പക്ഷേ ഇത് സൈസ് വലുതാണോ എനിക്ക്? അല്ല, ഇതൊരു ബനിയൻ റെഡ്, നൈസാണ്. ഓക്കെ, ഈ ബട്ടർഫ്ലൈ ഇങ്ങനെ നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഭംഗിക്ക് തൂക്കിയിടില്ലേ, അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഷോ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ബാക്കിലൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ചു വയ്ക്കാം. ഏത് ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതൊരു ടോപ്പ്, ഇങ്ങനത്തെ ഒരു ഒരെണ്ണം എനിക്ക് വേറെ ഒരെണ്ണം ഉണ്ട്, ഞാൻ ഷീന്ന് വാങ്ങിച്ചത്. ഇതിൽ കുറച്ച് കളറുകളൊക്കെ ആയിട്ടുള്ളത്, നല്ല രസമുണ്ട് കാണാനായിട്ട്. സോ നല്ല അടിപൊളിയായിട്ടുള്ള വേർഡ്സ് ഗൈസ്, വേർഡ്സ് നമുക്ക് ഒട്ടിക്കാം. ഓക്കെ, വേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം വേറെ ഒന്നുമല്ല, നമുക്ക് കുറച്ച് മോട്ടിവേഷൻ ആയിട്ടുള്ള രാവിലെ തന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ കാണാൻ പറ്റുന്ന വിധത്തിൽ വേണം ഒട്ടിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് മറ്റേ ലൈറ്റില്ലേ, ലൈറ്റ് മിന്നില്ലേ ഇവിടെ, അതാണിത്. അതിൻ്റെ ബാറ്ററി എന്ത് വലുതാ, അല്ല സോറി, അതിൻ്റെ ഗൈസ് ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, കുറച്ചുകൂടെ വലുതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതെന്ത് കഥ, ഇത് ഞാൻ എവിടെ കുത്തും? അയ്യോ, ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് ലൈറ്റ്. ഇത് വേറെ മാട്ടുന്ന എങ്ങനെ വാങ്ങിച്ചാൽ മതിയായിരുന്നു. ബാറ്ററി വലിയല്ല, ഇതിൻ്റെ മറ്റേ എന്താ അതിൻ്റെ പേര്, റിമോട്ട് വലിയ സംഭവമാക്കി തന്നിട്ടുണ്ട്. ഇത് നോക്ക്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. നമ്മുടെ ഡെയിലി പ്ലാനർ ഓഫ് കോഴ്സ് എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ്. ഞാൻ കുറേ നാളായി വിചാരിക്കുന്നത്, ഏകദേശം ഒരു 6 മാസത്തിന് മുകളിലായി ഇത് മേടിക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതെനിക്ക് ഒരു ബെനിഫിഷ്യൽ സാധനമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എനിക്ക് അത്യാവശ്യമാണ്, ടൈം മാനേജ്മെൻറ്റിന് എനിക്ക് അത്യാവശ്യമാണ്. ഇതൊരു നൈറ്റ് ഡ്രസ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സാധാരണ ഒരു ഉടുപ്പ് പോലത്തെ. ഇത് എന്തോ ബൊമ്മക്കുട്ടി ചെടി ബിയറുണ്ട് പോലത്തെ. ഇത് നമ്മുടെ അങ്ങനത്തെ ഒരു ടീഷർട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂപ്പായ്. പക്ഷേ ഇതിൻ്റെ ക്ലോത്ത് കുഴപ്പമില്ല. ഇത് എൻ്റെ അനിയനൊരു പോപ്പായുടെ ടീഷർട്ട് ഉണ്ട്, അത് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ സെയിം കടയിൽ നാട്ടിൽ പോയപ്പോൾ. സെയിം പോപ്പായുടെ ഇതും ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ്, കമ്മൽ സെറ്റ്. ഇതേതിന് വേണമെങ്കിലും ഇടാലോ. എനിക്ക് ഇങ്ങനത്തെ റിങ് കമ്മലുകൾ ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ഒരു ബനിയൻ, പക്ഷേ ഇതിൻ്റെ കളർ നോക്ക്, കണ്ണടിച്ചു പോകുന്ന കളറാണ് ഗൈസ്, കണ്ണടിച്ചു പോകുന്ന കളർ. ഇതൊരു പാൻറ്റ് വിത്ത് ഒരു സെറ്റ് പോലെ വരുന്നതാണ്. ഇതൊരു ടീഷർട്ട് പോലത്തെ, സൈഡിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊരു പാൻറ്റ്, എനിക്ക് പാൻറ്റ് അത്യാവശ്യമായിരുന്നു, പാൻറ്റ് ഓക്കെ.
ഐ തിങ്ക് പാൻറ് ഓക്കെ ആയിരിക്കും. ഇത് സെയിം മറ്റേ പാൻറ്റില്ലേ വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇടുന്ന നേരത്തെ കാണിച്ചു തന്ന സെയിം പാറ്റേൺ വേറെ ആയിട്ടുള്ളൊരു പാൻറ്. കാരണം എനിക്ക് വർക്കൗട്ട് പോകുമ്പോൾ ഇടാനായിട്ടുള്ളൊരു പാൻറ് ഇല്ല. ഇത് മറ്റേ പിന്നെയും ലൈറ്റ് ഞാൻ ഓർഡർ ചെയ്തിരുന്നു, പിന്നെ ബാക്കിൽ ഒട്ടിക്കാനായിട്ടുള്ളതാണിത്. ഒരു ബോ ഒക്കെ വരുന്ന ഒരു ഡിസൈൻ വരുന്ന ഒരു ടീഷർട്ടാണ്. നൈസ്. ഞാൻ എല്ലാം കുറച്ചൊരു സൈസ് കൂടുതലാണ് വാങ്ങിച്ചത്. കാരണം ഒരു തവണ ഞാൻ ഷീന്ന് വാങ്ങിച്ചപ്പോൾ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതും ഈ പറഞ്ഞ പോലെ കുറച്ച് വേർഡ്സ് ഇങ്ങനെ ഭംഗിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് ബെൽറ്റ്. എനിക്ക് ബെൽറ്റ് ഇല്ല. ബെൽറ്റ് എനിക്ക് നിൽക്കാത്തൊരു സാധനമാണ്, എന്താണെന്നറിയില്ല. പിന്നെ എനിക്ക് ബെൽറ്റിന് എക്സ്ട്രാ ഹോൾസൊക്കെ ഇതിലൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ബെൽറ്റ് ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല, പക്ഷെ ഞാൻ വാങ്ങിച്ചു ബിക്കോസ് ആവശ്യം വന്നാൽ ഓഫർ ഉണ്ടായിരുന്നു. അധികം റേറ്റ് ഇല്ല കേട്ടോ ഇതിന്. ഇതും വാൾ കോളേജ് സ്റ്റിക്സ്. ഇത് നല്ലതാണ്. ഇത് ഞാൻ കണ്ടിരുന്നു. പിന്നെ സ്ക്വയർ ആയിട്ട് കുറേ പിക്ചേഴ്സ് ഒരു പിങ്ക് കളറിലെങ്ങാണ്ടുമാണ് വരുന്നത്. ഇത് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. സാധാരണ ഒരു ടോപ്പ് കണ്ടോ, ഇതും വലുതായിരിക്കും എന്തോ. ഇതും ഒരു സ്ലീവ്ലെസ് ഒരു ടോപ്പ്. നൈസാണിത്, കൊള്ളാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ടോ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് പർച്ചേസിങ് ഒക്കെ നടത്തിയിട്ട്. ഇതും കൊള്ളാം. ഇത് നല്ല കളറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതും ഈ പറഞ്ഞ ബട്ടർഫ്ലൈസ് ആണ്. ബട്ടർഫ്ലൈ നമുക്ക് ഇങ്ങനെ ഭംഗിക്കിടാൻ വേണ്ടിയിട്ടുള്ള ബട്ടർഫ്ലൈസ്. ഇതും വീട്ടിലിടുന്ന ഡ്രസ്സ് പോലത്തെ സാധനമില്ലേ, ഒറ്റ ഡ്രസ്സ്. ബട്ടർഫ്ലൈ. ഇതിലും ബട്ടർഫ്ലൈ. ഇതാകുമ്പോൾ സുഖമായിരിക്കും, കംഫർട്ടബിൾ ആയിരിക്കും. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് നേരെ കുളിക്കുന്നു, ഇതെടുത്തിടുന്നു, കിടന്നുറങ്ങുന്നു. ഇതായിരിക്കും എൻ്റെ പരിപാടി. എനിക്ക് പിന്നെ കൂടുതൽ ഡ്രസ്സ് ചേഞ്ചിങ്ങിനുള്ള ഒരു മൈൻഡ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് അങ്ങനെയുള്ള സമയത്ത് യൂസ് ചെയ്യാൻ പറ്റണതാണ്. ഇത് വർക്കൗട്ടിന് പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു ബനിയൻ വാങ്ങിച്ചതാണ്. കൊള്ളാം, നൈസ്. സ്കേർട്ട് വിത്ത് ടോപ്പ് പോലത്തെ. ഇത് ടോപ്പ് എന്ന് പറയാൻ പറ്റില്ല. എനിവേ ലെറ്റ്സ് ചെക്ക്. യെസ്, ഇത് സ്കേർട്ട്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ബീഡ്സ് ഒക്കെ വരുന്നുണ്ട്. ഐ വിൽ ട്രൈ ദിസ്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സെയിം പിന്നെ വേറൊരു ഫോൺ കേസും കൂടെ വാങ്ങിച്ചു. സെയിം അങ്ങനത്തെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്നു തന്നെയാണ്. ഇതിനി ആവശ്യം വരും. ഇപ്പം ആവശ്യം വരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇനി ആവശ്യം വരും. ഇപ്പോൾ ഇവിടെ ചൂടുകാലമാണ്, പക്ഷേ ഈ ചൂടുകാലം കഴിഞ്ഞൊരു തണുപ്പ് കാലം വരും. അപ്പോൾ നമുക്ക് തണുപ്പ് കാലം മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്ക് ഡ്യൂട്ടി സമയത്ത് ഓഫ് കോഴ്സ് ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. ഇപ്പോൾ കുളിച്ചിട്ടൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ ഇട്ടിട്ട് വരാം. അല്ലെങ്കിൽ ഇപ്പോൾ തണുപ്പ് കാലം വരുമ്പോൾ എനിക്ക് യൂസ് ചെയ്യാം. കൊള്ളാം, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് നല്ല ഒരു 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 ഇതായിരിക്കും. ഡ്യൂട്ടിയുള്ള സമയത്ത് കുളിച്ചിട്ട് വരുമ്പോൾ ഓഫ് കോഴ്സ് എനിക്കിത് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും. കാരണം ബാത്റൂമിൽ നിന്ന് ഡ്രസ്സ് ഇട്ടിട്ട് പുറത്താണ് വാഷ്റൂം ഉള്ളത്. അപ്പോൾ കുറച്ച് ബെനിഫിഷ്യലായിട്ട് തോന്നും. നല്ല സോഫ്റ്റ്, പൊടി പറക്കുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചതല്ല. UAE നമുക്കൊരു ടാബി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. ഞാനിപ്പോൾ ഏകദേശം ഇങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് ഒരു 6 മാസത്തിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ സെർച്ച് ചെയ്ത് വെച്ച് കുറേ നാളുകൾ ഇങ്ങനെ നോക്കി വെച്ചിട്ട് ലാസ്റ്റ് വാങ്ങിയിടാം. എന്തായാലും എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, ഉപകാരമുള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങിക്കണത്. കാരണം എനിക്കിവിടെ കുറച്ച് സംഭവങ്ങൾ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. യൂട്യൂബ് വീഡിയോ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം. ലെറ്റ്സ് ട്രൈ. ആഗ്രഹമുണ്ട് ഓഫ് കോഴ്സ്. എന്താവുമെന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര മടിയാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി വീഡിയോ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്നോട് തന്നെ പറയാണ് ചെയ്തേ. യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, ഒരു ലൈക്ക് തന്നോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടിപൊളിയായിട്ട് കാണാം. അതുവരെ ടാറ്റാ.